Hi all, നമുക്ക് പുതിയൊരു പ്രോബ്ലം നോക്കാം. In a hostel, if there is enough food for 400 children for 12 days, 80 more children joined, then how many days will the food last? എന്താ പറഞ്ഞിരിക്കുന്നത്? ആദ്യം ഹോസ്റ്റലിൽ 400 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടി കരുതിയിരുന്ന ഫുഡ് അത് എത്ര ദിവസത്തേക്ക് തികയും? For 12 days it will last. പക്ഷേ അൺഎക്സ്പെക്ടഡ് ആയിട്ട് 80 more സ്റ്റുഡൻസ് ജോയിൻഡ്. അപ്പൊ നമ്മുടെ സ്ട്രെങ്ത് എത്രയായി? 480 സ്റ്റുഡൻസ് ആയി. അങ്ങനെയാണെങ്കിൽ എത്ര ദിവസത്തേക്ക് ഈ ഫുഡ് തികയും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നമ്മൾ ഇതുപോലുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. സ്റ്റുഡൻസിന്റെ നമ്പർ കൂടുതലാണെങ്കിൽ നമ്പർ ഓഫ് ഡേയ്സ് കുറവായിരിക്കത്തില്ലേ? പെട്ടെന്ന് ഫുഡ് തീർന്നു പോവില്ലേ? അതായത് സ്റ്റുഡൻസിന്റെ നമ്പർ കൂടുമ്പം ഫുഡ് പെട്ടെന്ന് തീർന്നു പോകും. അല്ലെങ്കിൽ സ്റ്റുഡൻസിന്റെ നമ്പർ കുറവാണെങ്കിൽ കുറച്ചധികം ദിവസത്തേക്കും കൂടി ഫുഡ് നിൽക്കും. അപ്പൊ രണ്ട് ക്വാണ്ടിറ്റിയും എങ്ങനെയാണ്? ഒന്ന് കൂടുമ്പോൾ മറ്റത് കുറയും. ഇൻവേഴ്സ് പ്രപ്പോർഷൻ ആണ്. സോ ദിസ് ഇൻവേഴ്സ് പ്രപ്പോർഷൻ ആണ് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ആദ്യമായിട്ട് സ്ട്രൈക്ക് ചെയ്യേണ്ട കാര്യം. അങ്ങനെയാണെങ്കിൽ യു ഹാവ് ടു റിമെമ്പർ ദിസ് ഫോർമുല. x1 y1 is equal to x2 y2. എന്താണ്? ഈ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്നുള്ളതാണ് x, നമ്പർ ഓഫ് ഡേയ്സ് ആണ് y. സോ ഹിയർ ഇറ്റ് ഈസ് x1 x2 y1 ആൻഡ് y2 നമുക്കറിയില്ല. വി നീഡ് ടു കമ്പ്യൂട്ട്. അങ്ങനെയാണെങ്കിൽ y2 എന്താണ്? x1 y1 divided by x2. Just substitute the values. x1 എന്താണ്? 400 into y1 is 12. അതായത് ആദ്യത്തെ കേസിലുള്ളത് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 400 into 12 എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ കേസ്. ദിസ് ഡിവൈഡഡ് ബൈ x2 is 480 പുതിയത്. അങ്ങനെയാണെങ്കിൽ ഇത് ക്യാൻസൽ ചെയ്യുക. അപ്പോ എന്ത് വരും? 40 is 5 6 2. So 10 days. The food will last for 10 days. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. നമ്മൾ ഇത് ഈ ഇൻവേഴ്സ് പ്രപ്പോർഷൻ ആണോ എന്നുള്ളത് മാത്രം നോക്കുക. ഇഫ് ഇറ്റ് ഈസ് ഇൻവേഴ്സ് പ്രപ്പോർഷൻ x1 y1 is equal to x2 y2. അല്ലെങ്കിൽ ആദ്യത്തെ കേസിലുള്ളത് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡഡ് ബൈ രണ്ടാമത്തെ കേസിലുള്ള വാല്യൂ ഡിനോമിനേറ്റർ ആയിട്ട് കൊടുക്കുക. സോ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഇനി എക്സ്പെക്ട് ചെയ്യാം. പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.